നവരാത്രിയിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ പൂജവെപ്പ് ഇന്നാണ്. അറിവിന്റെ ദേവതയായ സരസ്വതി ദേവിക്ക് മുന്നിൽ ഗ്രന്ഥങ്ങളും പഠനോപകരണങ്ങളും സമർപ്പിച്ച് ഇന്ന് പൂജവെപ്പ് നടക്കും. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് വിജയദശമി ദിനത്തിലെ പൂജവെപ്പ്. വിജയദശമി ദിനത്തിലാണ് ഇനി പൂജയെടുക്കുക. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും നടക്കുകയാണ്. വിവരങ്ങളുമായി പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്ന് വീണ ചേരുന്നുണ്ട്. വീണ, ഈ പൂജപ്പുര സരസ്വതി മണ്ഡപം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ആഘോഷത്തിലും ഭക്തി ലഹരിയിലുമൊക്കെയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് എത്തുന്നു. ഒപ്പം ഇന്നത്തെ ദിവസം പൂജവെപ്പിൻ്റെ ദിനമാണല്ലോ. നമുക്കറിയാം, നവരാത്രിയുടെ ആദ്യ ദിവസങ്ങളിൽ ദുർഗാപൂജ നടക്കുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ നടക്കുന്നു. ഇനിയുള്ള ദിനങ്ങളിൽ അറിവിൻ്റെ ദേവതയായ സരസ്വതിയെ പൂജിക്കുന്ന ദിവസമാണ്. അതിനാൽ ഈ സരസ്വതി പൂജയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം അവിടെ നിന്നും വീണ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പറയൂ. ഗോകുൽ, നവരാത്രി മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ ഒരു 3 അവസാന ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. ഇന്ന് വൈകിട്ടാണ് പുസ്തക പൂജ, അതായത് പൂജവെപ്പ് നടക്കുക. അമ്പലത്തിൽ രാവിലെ മുതൽ തന്നെ പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിന് നിരവധി പേരെത്തുന്നുണ്ട്. പുസ്തകങ്ങളുമായി എത്തുന്നവരുണ്ട്, വാദ്യോപകരണങ്ങളുമായി എത്തുന്നുണ്ട്. വൈകിട്ട് 7 മണിക്കാണ് പൂജവെപ്പ് ചടങ്ങ് നടക്കുന്നതെങ്കിൽ പോലും രാവിലെ അമ്പലത്തിലായി എത്തുന്നവരുണ്ട്. തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ പോലും നമുക്ക് വലിയ തോതിൽ രാവിലെ 6 മണി മുതൽ തന്നെ ഈ ഒരു സമയം വരെ കുട്ടികളടക്കമുള്ളവരുണ്ട്, മുതിർന്നവരുണ്ട്, ദർശനത്തിനായി എത്തുന്നവരുണ്ട്. ഈ ഒരു ദിവസത്തെ പ്രത്യേക പൂജകളും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ലിപി സരസ്വതി പൂജ രാവിലെ നടന്നു. അതുപോലെ തന്നെ കലശപൂജ, ഗ്രഹപൂജ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് അന്ധകാരമാകുന്ന അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്ന് അറിവാകുന്ന വെളിച്ചത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, സർവധനാൽ പ്രധാനമാണ് വിദ്യ എന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുതിർന്നവരും അതുപോലെ തന്നെ കുട്ടികളും നിരവധി പേര് അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്നവരുണ്ട്, ദർശനത്തിനായി കാത്തു നിൽക്കുന്ന നിരവധി ഭക്തരുണ്ട്. എല്ലാ ദിവസവും ഈ സെപ്റ്റംബർ 22 മുതൽ ആരംഭിച്ച നവരാത്രി മഹോത്സവത്തിൽ എല്ലാ ദിവസവും നിരവധി ഭക്തരാണ് എത്തുന്നത്. അതുപോലെ പറ സമർപ്പിക്കാൻ എത്തുന്നവരുണ്ട്, കുരുന്നുകളുണ്ട്. അമ്പലത്തിൻ്റെ അകത്ത് ദേവിയുടെ തിരുനടയ്ക്ക് മുന്നിലായി പുസ്തകങ്ങളും വാദ്യോപകരണങ്ങളും ഒക്കെ സമർപ്പിച്ചു പോയവരുണ്ട്. അത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര പരിസരത്ത് നിന്നും. തീർത്തും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കലശപൂജയ്ക്ക് കഴിഞ്ഞതിന് ശേഷം നിരവധി പേരാണ് അമ്പലത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവീ സന്നിധിയിൽ അതുപോലെ തന്നെ വൈകിട്ട് 7 മണിക്കാണ് പൂജവെപ്പ് നടക്കുന്നതെങ്കിൽ പോലും വാദ്യോപകരണങ്ങളും പുസ്തകങ്ങളും ഒക്കെ പൊതിഞ്ഞ് പൂജയ്ക്കായി എത്തിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ മുതലും ഇന്നലെ വൈകുന്നേരം മുതലുമൊക്കെ ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ദേവിയുടെ തിരുസന്നിധിയിൽ പൂജയ്ക്കായി എത്തിച്ച പുസ്തകങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ രാവിലെ മുതൽ തന്നെ നിരവധി പേര് ദർശനത്തിന് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ പുസ്തകങ്ങളുമായി വരുന്നവരുണ്ട്, വാദ്യോപകരണങ്ങളായിട്ട് എത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ സംഗീത വേദികളിലും അതുപോലെ തന്നെ പരിപാടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. സംഗീതാർച്ചന, അതുപോലെ തന്നെ ലളിത സഹസ്രനാമർച്ചന, അതുപോലെ തന്നെ ഭജന തുടങ്ങിയ പരിപാടികളും വേദികളിൽ, സരസ്വതി മണ്ഡപ വേദികളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് നിരവധി ഭക്തരെയാണ് കാണാൻ സാധിക്കുന്നത്. ദേവീ സ്തുതികളും ദേവി സങ്കീർത്തനങ്ങളും ഒക്കെ ആലപിക്കുന്ന നിരവധി ഭക്തരാണുള്ളത്. ഇപ്പോഴും ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകളും പൂജകളും ഒക്കെ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ദർശനത്തിന് എത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ രാവിലെ 6:45 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമ ചടങ്ങ് നടന്നിരുന്നു. ആ ചടങ്ങ് പങ്കാളികളാകാനും ഒപ്പം തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുവാനും ദേവിയെ പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട് നിരവധി പേര് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർത്തും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് നമുക്ക് പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്ര പരിസരം കാണാൻ സാധിക്കുന്നത്. ഗോകുൽ. വീണ, നമുക്ക് തളി ക്ഷേത്രം, കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നിന്നും ശിവദാസ് കന്മനം കൂടി ചേരുകയാണ്. ശിവദാസ്, മലബാറിലെ ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഇന്നിപ്പോൾ പൂജവെപ്പ് തുടങ്ങുകയാണല്ലോ. 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ വിജയദശമിയാണ്. വിജയദശമി ദിനത്തിൽ ലക്ഷക്കണക്കിന് കുരുന്നുകൾ നമ്മുടെ നാട്ടിൽ ആദ്യാക്ഷരി കുറിക്കാൻ ഒരുങ്ങുകയാണ്. മാത്രമല്ല, ഈ വിശേഷാൽ ദേവി ഉപാസനയുടെ കാലഘട്ടമാണ് നവരാത്രി എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ നാളുകളിൽ ദുർഗാദേവിയെ പൂജിക്കുന്നു, അതിനുശേഷം ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നു. ഇപ്പോൾ അവസാന ദിവസം എന്ന് പറയുന്നത് അറിവിൻ്റെ ദേവതയായ സരസ്വതി ദേവിയെ ഉപാസിക്കുന്ന ദിനമാണ്. അപ്പോൾ മലബാറിലെ ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങൾ പറയൂ ശിവദാസ്.
ഗൗതം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി, അതായത് നവരാത്രി എന്ന് പറയുമ്പോൾ 9 ദിവസത്തെ 9 രാത്രിയുടെയും 10 പകലിൻ്റെയും ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇതിനുവേണ്ടി കൃത്യമായി തന്നെ നേരത്തെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ 10 ദിവസങ്ങളിലും മിക്ക ക്ഷേത്രങ്ങളിലും പൂജകളും അതോടൊപ്പം തന്നെ മറ്റ് കലാപരിപാടികൾ അടക്കമുള്ളവ സംഘടിപ്പിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളിലും അടക്കം ഇത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ട്. മലബാറിലും ഇത് വിശേഷമായി തന്നെ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച് അലങ്കാരങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ സ്റ്റേജ് വെച്ചുകൊണ്ട് തന്നെ കലാപരിപാടികളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ആദ്യ 3 ദിവസം 3 വ്യത്യസ്ത ദിവസങ്ങളിലായിട്ടാണ്, അതായത് 3 ദിവസം പിന്നീടുള്ള 3 ദിവസം അങ്ങനെ 3 ദേവികളെ പൂജിക്കുന്ന തരത്തിലുള്ള പൂജകളാണ് പ്രധാനമായി ഈ നവരാത്രി നാളുകളിൽ ഉള്ളത്. അതായത് മഹാലക്ഷ്മിയെയും സരസ്വതി ദേവിയെയും ദുർഗാദേവിയെയും ഒക്കെ പൂജിക്കുന്ന ഈ ഒരു നവരാത്രി ദിനം അത് ഹൈന്ദവ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു രാമായണം പാരായണം നടത്തുന്ന മോഹൻ പിഷാരടി ഉണ്ട്. ഭാഗവത ആചാര്യനാണ് അദ്ദേഹം. ഈ നവരാത്രിയുടെ പ്രത്യേകതകളൊക്കെ അദ്ദേഹം പറയും. എന്തൊക്കെയാണ് ഈ നവരാത്രിയുടെ ഒരു പ്രത്യേകത? ഹൈന്ദവ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. എങ്ങനെയാണ് നമ്മളെ മലബാറിൽ ഇതിൻ്റെ ഒരു ആഘോഷം എങ്ങനെയാണ്? മലബാറിലും പ്രത്യേകിച്ച് കേരളത്തിലാകെ നവരാത്രി എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ നവരാത്രി 9 രാത്രികൾ എന്ന് പറയും. വിജയദശമി അടക്കം 10 ദിവസം. അത് പ്രധാനമായിട്ട് കേരളത്തിൽ വിദ്യാരംഭം, നമ്മുടെ കുട്ടികളുടെ ആദ്യാക്ഷരം കുറിക്കുന്നതിനായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ, ഭക്തജനങ്ങൾ കേരളത്തിൽ ഈ സമയമാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുക, നാവിൽ ഹരിശ്രീ നമ്മുടെ അക്ഷരങ്ങളൊക്കെ എഴുതിയിട്ട് ആ ഒരു അറിവിൻ്റെ ലോകത്തേക്ക് കുട്ടികൾ പോവുക, അതിന് ഏറ്റവും നല്ലൊരു സമയം ഈ നവരാത്രി ആണെന്ന് പറയാം. ഈ ക്ഷേത്രത്തിലും അതുപോലെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ശരി, നവരാത്രിക്ക് പ്രത്യേകമായിട്ട് ഉത്സവങ്ങൾ, പ്രത്യേക പൂജകൾ, അതുകൂടാതെ ഈ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു സരസ്വതി ദേവിയുടെ പ്രധാന ഉത്സവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കലയ്ക്ക് അത്യധികം പ്രാധാന്യം നൽകിക്കൊണ്ട് സംഗീതത്തിലും അതുപോലെ മറ്റ് നൃത്തം, അതിലൊക്കെ ഏറ്റവും നല്ല കലാകാരന്മാർക്ക് അവസരം കൊടുത്തുകൊണ്ടും നല്ല കലാകാരന്മാരെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടും ഈ ക്ഷേത്രത്തിൽ അതേ ധാരാളം പരിപാടികളുണ്ട്. അതുകൂടാതെ ക്ഷേത്രത്തിനകത്ത് ഈ 9 ദിവസങ്ങളിലും പ്രത്യേകമായിട്ട് ദേവിക്ക് സരസ്വതി പൂജയും കൂടാതെ ആ പുസ്തക പൂജ, ആ 3 ദിവസങ്ങളായിട്ട് പ്രത്യേക പുസ്തക പൂജയും, 3-ാം ദിവസം ആ വിജയദശമിയുടെ അന്ന് ആ പുസ്തകം തുറന്ന് എല്ലാവർക്കും വിതരണം ചെയ്യും. കൂടാതെ അന്ന് ആദ്യാക്ഷരം കുറിക്കുകയുമാണ്. ഈ തിന്മയുടെ മേൽ നന്മയുടെ വിജയം എന്ന് പറഞ്ഞ പോലെ ജനങ്ങളുടെ ആ ചീത്ത മനസ്സിലെല്ലാം മാറി, മനസ്സിലുള്ള വേണ്ടാത്ത ചിന്തകളെല്ലാം മാറി പുതിയൊരു നല്ലൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പൂജകളൊക്കെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 9 ദിവസങ്ങളായിട്ട് പ്രത്യേകം നമുക്ക് ആ ദേവി, കാരണം ആ സരസ്വതി ദേവി നമ്മളെ നാവിൽ വാഴണം, എല്ലാവരുടെയും നാവിൽ ആ സരസ്വതിയുടെ അനുഗ്രഹം ഉണ്ടാകും. അതിനു വേണ്ടി തന്നെയാണ് ഈ സരസ്വതി പൂജയ്ക്ക് അമിതമായ പ്രാധാന്യം നവരാത്രി നൽകിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ദേവിയെ, ആ സരസ്വതി ദേവിയെ പ്രത്യേകം പൂജിക്കുന്നു. കൂടാതെ ആയുധ പൂജ എന്നുള്ള പേരിലും കേരളത്തിലുണ്ട്. അതാത് തൊഴിലാളികൾ, ധാരാളം തൊഴിലാളികളുള്ള അതാത് തൊഴിലാളികളുടെ എന്താണോ ആയുധം അത് പൂജിച്ചിട്ട് അവരുടെ കർമ്മത്തിൽ കൂടുതൽ നന്നായി പ്രവർത്തിക്കാനും അവർക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാനും വേണ്ടിയിട്ടും ആ ഒരു ആയുധ പൂജ എന്ന രീതിയിലും കേരളത്തിൽ ആഘോഷിക്കുന്നുണ്ട്. കേരളത്തിൽ അതുപോലെ തന്നെ ഈ സാംസ്കാരിക കേന്ദ്രങ്ങളിലടക്കം ഇതുപോലെ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കാറുണ്ട്. മുൻപ് അത്രത്തോളം കൂടുതലും ക്ഷേത്രങ്ങളിലായിരുന്നല്ലോ, ഇപ്പൊ അത് വ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ആഘോഷത്തിന് ഒരു കൂടുതൽ ജനകീയമായ ഒരു മുഖം കൂടി ലഭിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. ഒരു 20 വർഷത്തിന്റെ ഉള്ളിലേ ആയിട്ടുണ്ടാവുള്ളൂ ക്ഷേത്രങ്ങളിൽ നിന്നും പുറമെ സാംസ്കാരിക കേന്ദ്രത്തിൽ അതുപോലെ സാംസ്കാരിക നായകന്മാർ ആദ്യാക്ഷരം കുറിക്കാനുള്ള ഒരു സമ്പ്രദായം കേരളത്തിൽ വന്നിട്ടുള്ളത്. അതിനു മുമ്പ് പണ്ട് കാലത്ത് തൊട്ടേ പ്രത്യേകിച്ച് സരസ്വതി ക്ഷേത്രങ്ങളിലാണ് കൂടുതൽ ഈ ആദ്യാക്ഷരം കുറിക്കുന്നതിന് പ്രാധാന്യമുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് ചെറിയൊരു മാറ്റം വന്നുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾക്ക് പുറമെ മറ്റുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളിലും സാംസ്കാരിക നായകന്മാർ കുട്ടികൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കുന്നൊരു സമ്പ്രദായമുണ്ട്. ഇപ്പോൾ കേരളത്തിലും അത് തുടർന്ന് വരികയാണ്. പ്രത്യേകിച്ച് ഈ തളി ക്ഷേത്രം എന്ന് പറയുകയാണെങ്കിൽ തളി ക്ഷേത്രത്തിൽ വളരെ പണ്ട് തൊട്ട് ഈ കലകൾക്ക് വളരെ അറിവിനും അത്യധികം പ്രാധാന്യം നൽകിയിരുന്ന രേവതി പട്ടത്താനം എന്നുള്ളൊരു ശാസ്ത്ര പരീക്ഷ നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ അത്യധികം തിരക്ക് ആദ്യാക്ഷരം കുറിക്കാൻ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഈ വർഷവും അത് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് പ്രാധാന്യം ഉള്ള ഒരു ഉത്സവം കൂടിയല്ല നവരാത്രി ഉത്സവം? അതെ. ഈ നവരാത്രി എന്ന് പറഞ്ഞാൽ തന്നെ ദേവിയുടെ ഉത്സവമാണ്. ഈ പണ്ട് തൊട്ടേ ഈ സ്ത്രീകളെ അടിമപ്പെടുത്തിയുള്ള സമ്പ്രദായം ആയിരുന്നില്ല കേരളത്തിൽ. ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ അങ്ങനെ ചില വന്നു എന്ന് മാത്രം. പക്ഷേ ആ ദേവി സ്വരൂപം, ആ അമ്മയെയും ഭാര്യയും ആ കുട്ടികളെയൊക്കെ കുമാരിമാരെയൊക്കെ ആരാധിക്കുക എന്നുള്ള സമ്പ്രദായം പണ്ട് തൊട്ടേ കേരളത്തിലുണ്ട്. അതിന് ഈ ദിവസങ്ങളിൽ
പ്രത്യേകിച്ച് കുമാരി പൂജ എന്നുള്ള രീതിയിലൊക്കെ കേരളീയ സമ്പ്രദായത്തിൽ ആരാധിക്കുന്നുണ്ട്. അതുപോലെ ആ അമ്മ എന്നുള്ളൊരു മാതൃഭാവം അതിൽ കവിഞ്ഞ് ലോകത്തെ ഏറ്റവും വലിയൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അമ്മയാണ്. ആ അമ്മയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം, അത് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളൊരു ഭാവത്തിലാണ് ഈ അമ്മ എന്നുള്ള സമ്പ്രദായത്തിൽ കേരളത്തിൽ ആരാധിക്കുന്നത്. അതിന് ഏറ്റവും നല്ലൊരു മുഹൂർത്തം ഈ നവരാത്രി കാലത്ത് തന്നെയാണ്. അത് തന്നെയാണ് അമ്മ, ദേവി, ഇങ്ങനെ സ്ത്രീയുടെ ബാലിക, ഇങ്ങനെ സ്ത്രീയുടെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ഒരു ആഘോഷം തന്നെയാണ് നവരാത്രി ഉത്സവം. വിവിധ ഇടങ്ങളിൽ അത് വ്യത്യസ്ത രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. കേരളത്തിൽ അത് നവരാത്രി പൂജയായും സരസ്വതി പൂജയായും വിദ്യയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആഘോഷിക്കുന്നു. കർണാടകയിൽ അത് മറ്റു രീതിയിൽ ആഘോഷിക്കുന്നു. തമിഴ്നാട്ടിൽ ബൊമ്മക്കൊലു വെച്ച് ആഘോഷിക്കുന്നു. ബംഗാളിൽ ദസറയായി ആഘോഷിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ഇതിൻ്റെ ഒരു ആഘോഷം ഉണ്ട്. ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഹൈന്ദവ വിശ്വാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം കൂടിയാണ്. പ്രത്യേകിച്ച് മാസത്തിലെ നവരാത്രിയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ സമയങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് വരുന്നതും അതോടൊപ്പം തന്നെ ദേവി പ്രാർത്ഥനകളിൽ മുഴുകുന്നതും ലളിതാ സഹസ്രനാമം അടക്കമുള്ളവ ജപിക്കുന്നതിനും കൂടുതൽ സമയം കണ്ടെത്തുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഉള്ള ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഈ നവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സരസ്വതി ദേവിയെ ആരാധിക്കുന്നത്. അറിവിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പൂജകളും അത്തരത്തിലുള്ള കർമ്മങ്ങളുമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൂജവെപ്പ് നടക്കുന്നത്. ഇന്നാണ് കുട്ടികൾ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുക. വിവിധ ക്ഷേത്രങ്ങളിലും മുൻപ് കൂടുതൽ ക്ഷേത്രങ്ങളിലായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ ഇന്ന് നാടകം നവരാത്രി ആഘോഷത്തിലാണ്. വിശേഷാൽ ദേവി ഉപാസനയുടെ കാലഘട്ടമാണ് നവരാത്രി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ കുരുന്നുകൾ പൂജ വയ്ക്കുകയാണ്. മറ്റ് ആയുധ പൂജ ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ വിജയദശമി ആകുകയാണ്. വിജയദശമി പുലരിയിൽ ലക്ഷക്കണക്കിന് കുരുന്നുകൾ വിദ്യയുടെ ആദ്യാക്ഷരം കുറിക്കുകയാണ്. അതിനായി ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ സാംസ്കാരിക മണ്ഡപങ്ങളും ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ സരസ്വതി മണ്ഡപത്തിൽ നിന്നും വീണയും കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നിന്നും ശിവദാസ് കന്മനവുമാണ് നവരാത്രിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിലെ ഒരുക്കങ്ങൾ സംബന്ധിച്ചുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.